ഓനക്കൊരു റിലേഷൻ ഉണ്ടായിന്. അത് നമ്മൾ ഇതിനു മുമ്പ് ഇൻ്റർവ്യൂവിലൊക്കെ നമ്മൾ പറഞ്ഞതാണ്. ഓനക്കൊരു റിലേഷൻ ഉണ്ട് എന്ന് നമ്മൾ പറഞ്ഞതാണ്. അപ്പോൾ ആ ഒരു റിലേഷനിൽ കാരണം ഓളെ ഫാമിലിക്ക് നമ്മൾ ഈ വീഡിയോ എടുത്ത് നടക്കണമെന്നും വലിയ താല്പര്യമല്ല. ഇവരെ കൂട്ടുകാരന്മാർ ഒന്ന് നബീൽ, ഒന്ന് മുന്ന, ഒന്ന് എന്താണ് അജ്മൽ. ഞാൻ ഓലോട് വിളിച്ച് കരഞ്ഞ് പറഞ്ഞപ്പോൾ ഓലെന്താ പറഞ്ഞറിയാം, ഇമ്മ നിങ്ങൾ കരയേണ്ട, ഓൻ പണിക്കല്ലേ പോയിക്കണോ, പോയി വരട്ടെ, അതുവരെ നിങ്ങൾക്ക് എന്തൊരു അത്യാവശ്യം ഉണ്ടെങ്കിൽ ഈ മക്കൾ ഓടിയെത്തും. ഫസൽ ഫാമിലി എന്നൊരു യൂട്യൂബ് ചാനൽ. ഞാനൊന്ന് ചുമ്മാ യൂട്യൂബിൽ ഇങ്ങനെ ഇരുന്ന് സ്ക്രോൾ ചെയ്തുകൊണ്ടിരുന്നപ്പോഴാണ് എൻ്റെ ഫീഡിൽ ഈ ഒരു ഫസൽ ഫാമിലി എന്ന് പറയുന്ന ഒരു ചാനലിലെ ഒരു വീഡിയോ ഞാൻ കണ്ടത്. ഞാൻ ഇവരുടെ സ്ഥിരം പ്രേക്ഷകനൊന്നുമല്ല. പിന്നെ എന്തുകൊണ്ട് എൻ്റെ ഫീഡിൽ ആ ഒരു വീഡിയോ പെട്ടെന്ന് വന്ന് ചാടിയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കറിയില്ല. എന്തായാലും ആ വീഡിയോയുടെ തംബ്നെയിൽ കാരണം തന്നെ ഞാൻ ആ വീഡിയോ കംപ്ലീറ്റ് ഇരുന്ന് കണ്ടു. ഒരു പ്രായമുള്ള ഒരു ഉമ്മുമ്മ, ആ ഉമ്മുമ്മയുടെ മകൾ, പിന്നെ ആ ഒരു മകളുടെ മകൻ, ഇവർ 3 പേരും കൂടെ ഇരുന്നിട്ട് ഒരു കാര്യം, വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം ഇരുന്ന് സംസാരിക്കുന്നത് ഞാൻ കേട്ടു. അവർ പറയുന്ന കാര്യങ്ങൾ കേട്ടപ്പോഴാണ് ഈ വീഡിയോ ചെയ്യണം എന്ന് ഞാൻ ഉറപ്പിച്ചത്. ആ ഒരു ചാനൽ ഞാൻ കംപ്ലീറ്റ് ആയിട്ട് പിന്നൊന്ന് പോയി നോക്കി. ഇവർ 4 പേരാണ് ഇവരുടെ ചാനലിൽ മെയിൻലി വീഡിയോകളിൽ വരുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞ ഒരു പ്രായമുള്ള ഉമ്മുമ്മ, ആ ഉമ്മുമ്മയുടെ മകൾ, പിന്നെ ആ മകളുടെ 2 മക്കൾ, അതായത് 2 ആൺപിള്ളേർ. അവരാണ് മെയിൻ ഈ ഒരു ചാനലിൻ്റെ ഒരു USP എന്ന് പറയുന്നത്. അതിൽ ഇപ്പോൾ ഞാൻ ലേറ്റസ്റ്റ് ആയിട്ട് കണ്ട വീഡിയോയിൽ ഇല്ലാത്ത ഒരു മകൻ, അവൻ ഏറ്റവും ഇളയതാണ് ആ വീട്ടിലെ. അവനാണ് ആ ഒരു ചാനലിൻ്റെ മെയിൻ ഒരു എന്താണ് മുത്തുമണി എന്നൊക്കെ പറയുന്നത്. പക്ഷെ ഇപ്പോൾ ആ പയ്യൻ ആ ഒരു വീഡിയോയിൽ അല്ലെങ്കിൽ ആ ഒരു വീട്ടിൽ ഇല്ല. അപ്പോൾ അത് എന്തുകൊണ്ട് എന്ന് ഒരുപാട് ആളുകൾ അവരോട് ചോദിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഞാൻ ഇവരുടെ ഈ ഒരു ചാനൽ നേരത്തെ കണ്ടിട്ടില്ല. നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഞാൻ കുറച്ചുകൂടെ ഇവരുടെ ഈ ഒരു ചാനലും ഇവരെ പറ്റിയൊക്കെ ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് നോക്കിയപ്പോഴാണ് ഇവരുടെ ഒരു ഇൻ്റർവ്യൂ ഒക്കെ ഒരു സൈന എന്ന് പറയുന്ന ഒരു ചാനലിലൊക്കെ വന്നിട്ടുണ്ട്. ഒരുപാട് ആളുകൾ കണ്ടൊരു ഇൻ്റർവ്യൂ ഒക്കെയാണത്. കാരണം ഈ ഒരു വീട്ടിൽ ഈ ഞാൻ പറഞ്ഞ 2 ആൺകുട്ടികൾ, ആ ഒരു 2 ആൺകുട്ടികളുടെ പിതാജി, അച്ഛൻ ആ ഒരു വീട്ടിലില്ല. പണ്ടേ അവരുടെ ഉമ്മയെ ഉപേക്ഷിച്ച് പോയ ഒരാളാണ്. ഇതൊക്കെ പറഞ്ഞുകൊണ്ട് അവർ ഇൻ്റർവ്യൂ ഒക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഒരുപാട് പേര്, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരുപാട് ആളുകൾ കണ്ടിട്ടുണ്ട്. ഇപ്പോൾ ആ വീട്ടിലെ ഇളയ പയ്യൻ ഇല്ല. അപ്പോൾ എവിടെ ആ പയ്യൻ എന്ന് ചോദിച്ചു ഒരുപാട് ആളുകൾ ഇവർക്ക് കമൻറ്റ് ബോക്സിൽ കാര്യങ്ങൾ തിരക്കുന്നുണ്ട്. അപ്പോൾ അതിനെല്ലാം ഒരു മറുപടി ആയിട്ടാണ് ഇപ്പോൾ ഇവരൊരു വീഡിയോ ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ തന്നെ ആ വീഡിയോ ഒരുപാട് ആളുകൾ കണ്ടു. അപ്പോൾ ആ ഒരു വീഡിയോ ഞാൻ കണ്ടപ്പോഴത്തേക്ക് എൻ്റെ വീഡിയോ കാണുന്ന നിങ്ങളോട് എനിക്ക് വളരെ പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങൾ, അതായത് ആ ഒരു വീഡിയോയിൽ ഇവർ പരാമർശിക്കുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്, അതിനൊന്ന് ഡീറ്റെയിൽ ചെയ്ത് നിങ്ങളെ ഒന്ന് അറിയിക്കണമെന്ന് തോന്നി. കാരണം ആ ഒരു ഇളയ പയ്യന് ആ ഒരു വീട്ടിൽ നിന്ന് മാറി നിൽക്കുകയാണ് ഇപ്പോൾ ആ പയ്യൻ അവൻ്റെ ജീവിതത്തിൽ സംഭവിച്ച ഒരു വളരെ വലിയ ഒരു പ്രശ്നം. അത് നിങ്ങളിൽ ഭൂരിഭാഗം ആളുകൾക്കും ചിലപ്പോൾ സംഭവിക്കാൻ സാധ്യതയുണ്ട്. ഇല്ലെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ, നിങ്ങളുടെ കുടുംബത്ത് അങ്ങനെ ഒരു അവസ്ഥ വരും. അങ്ങനെ ഒരു അവസ്ഥ വന്നാൽ നിങ്ങൾ അത് ഒഴിവാക്കണം. ഞാൻ തുടക്കത്തിൽ തന്നെ അത് പറയുകയാണ്. ഇനി എന്താണ് കാര്യം എന്നുള്ളത് അവരെ തന്നെ പറയുന്നത് നിങ്ങൾ കേൾക്കുക, എന്നിട്ട് ഞാൻ ബാക്കി കാര്യങ്ങൾ സംസാരിക്കാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താ വെച്ച് കഴിഞ്ഞാൽ, എല്ലാവരും ഒരു ചോദ്യത്തിൻ്റെ ആൻസറാണ് നമ്മളിന്ന് പറയാൻ പോണത്. അനിയൻ എവിടെയെന്ന് ഏത് വീഡിയോ ഞങ്ങൾ ഇട്ട് കഴിഞ്ഞാലും ഇപ്പോൾ ഏകദേശം ഒരു എത്ര ആയി കാണും, ഒരു മാസത്തെ അടുത്താവാനേ അല്ലേ? ഇന്നൊക്കെ ഇപ്പോൾ 23 ദിവസമായി. 23 ദിവസത്തിൽ ഏകദേശം ഒരു മാസമാവാനായി. ഈ ഒരു മാസത്തിൽ ഞങ്ങൾ എത്ര വീഡിയോ ഇട്ടിക്കണോ ആ വീഡിയോസിൻ്റെ എല്ലാത്തിൻ്റെ അടിയിൽ അനിയൻ്റെ ഒരു ചോദ്യമുണ്ട്. അനിയൻ എവിടെ. അത് എന്തായാലും ഉണ്ടാവുമെന്ന് ഞങ്ങൾക്കറിയാം. കാരണം തുടക്കം തൊട്ട് അവസാനം വരെ എൻ്റെ അനിയനടക്കം ഈ വീഡിയോസിലുണ്ടായിന്. നമ്മൾ അതിൻ്റെ വ്യക്തമായ കാരണമാണ് ഞങ്ങളിന്ന് പറഞ്ഞുതരാൻ പോണത്. അവർ വ്യക്തമായി കാര്യങ്ങൾ ഇപ്പം പറഞ്ഞു തരും. അതിനു മുമ്പ് ഞാൻ ഒരു കാര്യം പറയട്ടെ. ഞാൻ നേരത്തെ പറഞ്ഞതാണ് 4 പേര് അടങ്ങുന്ന ഒരു കുടുംബം. അവർ 4 പേരും ഈ ഒരു ചാനൽ ഇവരായിരുന്നു മെയിനായിട്ട് വന്ന് എല്ലാ വീഡിയോയിലും ജനങ്ങൾ ഇവരെ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഒരാൾ മിസ്സാവുമ്പോൾ, ഒരാളെ കാണാതാവുമ്പോൾ, 2 വീഡിയോയിലൊക്കെ കാണാതാവുമ്പോൾ തന്നെ ആളുകൾ ചോദിച്ചു തുടങ്ങും, ഇത് കുറച്ചായിട്ട് വീഡിയോകളില്ല, അപ്പോൾ വീഡിയോകളിൽ ആ പയ്യൻ വരുന്നില്ല. അപ്പോൾ എന്താണെങ്കിലും ആളുകൾ ചോദിക്കും. ഉത്തരം പറയാൻ നിങ്ങൾ ബാധ്യസ്ഥരാണ്. അത് നിങ്ങൾ ആദ്യമേ ഈ ഒരു കുടുംബം മനസ്സിലാക്കണം. ഈ കുടുംബം മാത്രമല്ല, ഈ ഫാമിലി വ്ളോഗിങ് പരിപാടി ചെയ്യുന്ന എല്ലാവരും മനസ്സിലാക്കണം. നിങ്ങളുടെ കുടുംബത്തിലെ ഓരോ ആളുകളെ നിങ്ങൾ കൊണ്ടുവന്ന് നാട്ടുകാരെ കാണിക്കുമ്പോൾ നാളെ ആ ഒരാൾ ആ ഒരു വീഡിയോ അല്ലെങ്കിൽ നിങ്ങൾ ചെയ്യുന്ന വീഡിയോയിൽ ഇല്ലെങ്കിൽ ഉറപ്പായിട്ടും കാണുന്ന ആളുകൾ ചോദിക്കും. അവർക്ക് നിങ്ങൾ ഉത്തരം കൊടുത്തേ പറ്റുള്ളൂ.
അതിൻ്റെ പേരിൽ അവർ ചോദിക്കുന്നു എന്ന് പറഞ്ഞ് പിന്നെ സങ്കടപ്പെടുന്നതിനകത്ത് ഒരു കാര്യവും. കാരണം വീട്ടുകാരെ നാട്ടുകാരുടെ മുമ്പിൽ എക്സ്പോസ് ചെയ്യുന്നതിന് മുമ്പ്, ഞാൻ അങ്ങനെ തന്നെ പറയുകയാണ്, എക്സ്പോസ് ചെയ്യുന്നതിന് മുമ്പ് നിങ്ങളുടെ കുടുംബത്തിലെ കാര്യങ്ങൾ നാട്ടുകാരോട് പറയുന്നതിന് മുമ്പ് നിങ്ങൾ ആലോചിക്കണം. പോസിറ്റീവും നിങ്ങൾ കേൾക്കും, നെഗറ്റീവും നിങ്ങൾ കേൾക്കും. അതാദ്യമേ ഫാമിലി വ്ളോഗേഴ്സ് മനസ്സിലാക്കണം. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ ഒരുപാട് പ്രശ്നങ്ങൾ നമ്മൾ കാണുന്നുണ്ടല്ലോ. പല ഫാമിലി വ്ളോഗേഴ്സിൻ്റെ കുടുംബത്തെ പ്രശ്നങ്ങൾ വന്ന് സംസാരിച്ച് ലാസ്റ്റ് നാട്ടുകാർ ചോദിച്ച് ലാസ്റ്റ് നാട്ടുകാർ തെറി പറയുമ്പോൾ നാട്ടുകാരെ തിരിച്ച് തെറി പറയാനിരുന്നിട്ട് കാര്യമില്ല. ആദ്യമേ നിങ്ങൾ ആലോചിക്കണം, സ്വന്തം കുടുംബത്തിനെ നാട്ടുകാരുടെ ഫ്രണ്ടിൽ കൊണ്ടുവന്ന് പ്രസന്റ് ചെയ്യണോ എന്നുള്ളൊരു കാര്യം നല്ല ബോധത്തോടെ നിങ്ങൾ ചിന്തിച്ചിട്ട് വേണം ഈ പരിപാടിയിലേക്ക് ഇറങ്ങാൻ. ബാക്കി ഞങ്ങൾ യൂട്യൂബ് ചാനൽ തുടങ്ങിയ അന്ന് തൊട്ട് ഇതുവരെ അനിയനുണ്ടായി. ഞങ്ങളിങ്ങനെ 4 ആൾക്കാരാണ് ഞങ്ങളിങ്ങനെ വീഡിയോസ് ഇട്ടുകൊണ്ടിരുന്നത്. പെട്ടെന്ന് ഒരു ദിവസം ഇപ്പോൾ അനിയനില്ല. അതുകൊണ്ട് നിങ്ങൾ ഇഷ്ടംപോലെ കമൻറ്റുകൾ പറയുന്നുണ്ട്. ഏതിപ്പോൾ തുടക്കം തൊട്ട് അവസാനം വരെ നമ്മൾ ഏത് വീഡിയോ ഇട്ട് കഴിഞ്ഞാലും എല്ലാവർക്കും അനിയനെ പറ്റിയാണ് പറയാനുള്ളത്. ചില ആൾക്കാർ പറയുന്നത് ഞാൻ ചെയ്യുന്ന വ്ളോഗ് കാണാൻ രസമല്ല, അനിയനെ കൊണ്ട് വ്ളോഗ് ഇടിപ്പിച്ച് അനിയൻ്റെ വീഡിയോ ആണ് രസം ഒക്കെ പറയുന്നുണ്ട്. നമുക്കിപ്പോൾ ഇത് ഓനെ കൊണ്ട് ചെയ്യിപ്പിച്ചാൻ പറ്റുകയല്ല. എടാ എന്നാൽ ഇജ്ജ് വന്ന് എടുത്തോ, ഇത് എനിക്ക് പറ്റിയ പരിപാടിയാണ്, എനിക്ക് പറ്റിയ പരിപാടിയല്ല, എനിക്ക് വർത്താനൊന്നും പറയാൻ വയ്ക്കണില്ല എന്ന് പറഞ്ഞ് ഓനക്ക് കൊടുക്കാൻ കഴിയുകയില്ല. ഓൻ ഇവിടെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാനിത് ഓനക്ക് കൊടുത്തീനി. ഓൻ തന്നെ സാധാരണക്ക് വ്ളോഗൊക്കെ ഇടുകയാണ്. അപ്പോൾ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓനക്കൊരു റിലേഷൻ ഉണ്ടായിന്. അത് നമ്മൾ ഇതിനു മുമ്പ് ഇൻ്റർവ്യൂവിലൊക്കെ നമ്മൾ പറഞ്ഞതാണ്. ഓനക്കൊരു റിലേഷൻ ഉണ്ട് എന്ന് നമ്മൾ പറഞ്ഞതാണ്. അപ്പോൾ ആ ഒരു റിലേഷനിൽ കാരണം ഓളെ ഫാമിലിക്ക് നമ്മൾ ഈ വീഡിയോ എടുത്ത് നടക്കണമെന്നും വലിയ താല്പര്യമല്ല. അതിപ്പോൾ ആരായാലും അങ്ങനെ തന്നെ ഇക്കാരം. വീഡിയോ എടുത്ത് നടന്നു കഴിഞ്ഞാൽ എന്ത് കിട്ടാനാ, ഇങ്ങനെ വീഡിയോ എടുത്ത് നടക്കണ ഒരു പണിയില്ലാതെ എന്നുള്ള മൈൻഡാണോ അല്ലെ പെരക്കാർക്ക്. അപ്പോൾ ഓനോട് പറഞ്ഞു, ഇജ്ജ് വീഡിയോസ് ഒന്നും എടുത്ത് നടക്കാതെ എന്തെങ്കിലും ഒരു പണിക്ക് പോകാൻ നോക്കുക പറഞ്ഞു. അപ്പോൾ നമ്മൾ ഈ നാട്ടിൽ ഓനക്ക് പണി അന്വേഷിച്ചാണ്. എന്നാൽ ആയിക്കോട്ടെ, നമ്മളിപ്പം നടന്ന് ഓൻ്റെ ലൈഫും പാടെ ഇതാവേണ്ട ഇതിന് നമ്മൾ ഓനോട് പറഞ്ഞു എന്നാൽ എന്തെങ്കിലും ചെറിയ പണിക്ക് കയറിക്കുമെന്ന് ഇവിടെ നമ്മൾ പറഞ്ഞതാണ്. പക്ഷെ ഓനക്ക് ഇവിടെ പറ്റൂല. കാരണം റിട്ട് നമ്മൾ ഈ പെരീക്കന്നോ വരേണ്ടിയാണ്. വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ റീൽസിലുണ്ടാകും, ചിലപ്പോൾ വീഡിയോസിലുണ്ടാവും, എല്ലാത്തിലുണ്ടാവും. അപ്പോൾ ഓനിക്ക് പണി എറണാകുളത്ത് കൊണ്ടൊരു കമ്പനിക്കാരൻ സെറ്റായി കൊടുത്തു. ഒരു വർക്ക്ഷോപ്പിലാണെന്നാണ് നമ്മളോട് പറഞ്ഞത്. അപ്പോൾ ഓൻ വർക്ക്ഷോപ്പിക്ക് വേണ്ടിയിട്ട് പോയി. അതായത് വീഡിയോസിൽ നിന്ന് ഓൻ മാറി നിൽക്കാമെന്ന് കരുതിയിട്ട്. ഓൻ വീഡിയോസിൽ നിന്ന് ഫുള്ളായിട്ട് പോകുന്നല്ല പറഞ്ഞത്, ഓൻ വരും. ഓൻ വരട്ടെ, വരുന്നത് നല്ലതല്ലേ. ഞാൻ നല്ലതാണെന്ന് തന്നെ പറയുള്ളൂ. പിന്നെ ഈ അടുത്തായിട്ട് നമ്മൾ ഈ ഫാമിലി വ്ളോഗേഴ്സിൻ്റെ പ്രശ്നങ്ങൾ നോക്കുകയാണെങ്കിൽ മിക്കതിനകത്തും സംഭവിക്കുന്നത് ഒരു കല്യാണം കഴിയുമ്പോഴോ അല്ലെങ്കിൽ ഒരു പ്രണയം സംഭവിക്കുമ്പോഴാണ് ഈ ഫാമിലി വ്ളോഗേഴ്സിൻ്റെ അല്ലെങ്കിൽ ആ ഒരു കുടുംബത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാവുന്നത്. ഈ ഒരു പ്രശ്നങ്ങൾ സംഭവിക്കുമ്പോൾ ആൾക്കാർ ചിലപ്പം അങ്ങോട്ടും ഇങ്ങോട്ടും പിണക്കം കാരണം ചിലപ്പം വീഡിയോകളിൽ വരാതെയൊക്കെ ഇരിക്കും. ചിലപ്പോൾ ഇവരുടെ ഇടയ്ക്ക് അതാണ് പ്രശ്നമെന്ന് ഞാൻ പറയുന്നില്ല. ഇവരുടെ ഇടയ്ക്ക് വന്ന പ്രശ്നം എന്താണെന്ന് നിങ്ങൾ കേട്ടല്ലോ. ആ ഒരു പെൺകുട്ടി, ഈ അനിയനൊരു റിലേഷൻ ഉണ്ടായിരുന്നു. ആ പെൺകുട്ടിയുടെ വീട്ടുകാർക്ക് ഒരു പുച്ഛം അല്ലെങ്കിൽ ആ പയ്യനെ ഇഷ്ടമല്ല അവനിങ്ങനെ വീഡിയോ എടുത്ത് നടക്കുന്നത്. അവനൊരു ജോലിക്ക് പോകണം. അതുകൊണ്ട് തന്നെ 4 പേരടങ്ങുന്ന ഈ ഒരു കുടുംബം നല്ല രീതിയിൽ വീഡിയോ ചെയ്ത് കാശുണ്ടാക്കിക്കൊണ്ടിരുന്നത് ചെറുതായിട്ടൊന്ന് ബ്രേക്കായി. ആ പയ്യൻ്റെ കാര്യം നോക്കിപ്പോയി. അതിനകത്ത് നമുക്കൊരു പരിധിയിൽ കൂടുതൽ അവനെ കുറ്റം പറയാൻ പറ്റില്ല. അവൻ്റെ ഇഷ്ടം. പക്ഷെ അവൻ ആദ്യം മനസ്സിലാക്കേണ്ട ഒരു കാര്യം, എടാ വീട്ടുകാർ വേണം, പെണ്ണ് വേണ്ട എന്നല്ല ഞാൻ പറയുന്നത്, പക്ഷേ വീട്ടുകാരും വേണം. പ്രത്യേകിച്ച് കുടുംബക്കാരെല്ലാവരും ഒന്നും നമ്മുടെ കൂടെ നിൽക്കണം, നമ്മൾ കാണിക്കുന്നില്ല അങ്ങനെയൊന്നും ഞാൻ പറയത്തില്ല. പക്ഷെ വീട്ടിലുള്ള 1-2 പേര്, അറ്റ്ലീസ്റ്റ് നമ്മുടെ ഉമ്മ, മോൻ്റെ കാര്യത്തിലാണെങ്കിൽ ഉമ്മ നിൻ്റെ കൂടെ വേണം. അവരെ വിട്ട് നീ വേറൊന്നിൻ്റെയും പുറകെ പോകേണ്ട കാര്യം ഒക്കോ, പക്ഷെ അവരെയും കൂടെ നോക്കണം. ഇതിപ്പോൾ കംപ്ലീറ്റ്ലി ആ ഒരു പെണ്ണിന് വേണ്ടി ആ പെണ്ണിൻ്റെ വീട്ടുകാർ പറഞ്ഞത് വെച്ച് ഇവൻ ഇറങ്ങിത്തിരിച്ചു. അപ്പോൾ ആ പെണ്ണിൻ്റെ വീട്ടുകാർ അല്ലെങ്കിൽ ഇതുപോലെ ചിന്താഗതിയുള്ള, അതായത് യൂട്യൂബിൽ വീഡിയോ ചെയ്തിടുന്നത് വളരെ മോശമാണ്, ഇല്ലെങ്കിൽ അതിൽ നിന്നൊന്നും കിട്ടത്തില്ല എന്നൊക്കെ പറയുന്ന അല്ലെങ്കിൽ ചിന്തിച്ചിരിക്കുന്ന കുടുംബക്കാരോടാണ് അത്യാവശ്യം എൻ്റെ അറിവിൽ ഈ ഫാമിലി വ്ളോഗേഴ്സ് അവരുടെ സ്ഥിരം പ്രേക്ഷകരായിട്ടായിരിക്കും കുറേ പേര് വരുന്നത്. അവർ ഈ ഒരു ഫാമിലി ഒരു വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ കംപ്ലീറ്റ് ആയിട്ട് ആ വീഡിയോ ഇരുന്ന് കാണും. നമ്മുടെ ഒന്നും വീഡിയോ പോലല്ല. ചിലപ്പോൾ നമ്മുടെയൊക്കെ വീഡിയോ പകുതി വെച്ചൊക്കെ ആളുകൾ ചിലപ്പോൾ നിർത്തിയിട്ട് പോകാനുള്ള സാധ്യതകളൊക്കെ ഉണ്ട്. നിങ്ങൾ തന്നെ ചിലപ്പോൾ ഈ വീഡിയോ മൊത്തം കാണുമെന്ന് നമുക്കറിയത്തില്ല. കണ്ടില്ലെങ്കിൽ എനിക്ക് പ്രത്യേകിച്ച് ബെനിഫിറ്റ് ഒന്നും ഇല്ലടേ, വലിയ ബെനിഫിറ്റ് ഒന്നും കിട്ടത്തില്ല നിങ്ങൾ മൊത്തത്തിൽ ഈ വീഡിയോ കണ്ടിട്ടില്ലെങ്കിൽ. ഓക്കെ, സത്യസന്ധമായിട്ടുള്ളൊരു കാര്യമാണ് അത്, കിട്ടത്തില്ല. പക്ഷെ ഇവരുടെയൊക്കെ സ്ഥിരം ആയിട്ടുള്ള വ്യൂവേഴ്സ് ആയതുകൊണ്ട് തന്നെ കംപ്ലീറ്റ് ഇരുന്ന് കാണും. അതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല പൈസ അവർക്കൊക്കെ കിട്ടും. ഇത് നിങ്ങളെല്ലാവരും ഒന്ന് മനസ്സിലാക്കുക. പ്രത്യേകിച്ച് ഇങ്ങനെയുള്ള ഒരു കേസ് വരുമ്പോൾ, ഒരു കല്യാണമൊക്കെ വരുമ്പോൾ അവൻ യൂട്യൂബറാന്ന് പറഞ്ഞ് ഒരു പുച്ഛം കൊടുത്ത് വിടുന്നതൊക്കെ അതിൻ്റെ ഒന്നും ആവശ്യമില്ല. അവരും കഷ്ടപ്പെട്ടിട്ടാണ് വീഡിയോ ഒക്കെ എടുക്കുന്നത്. അത് നിങ്ങളെല്ലാവരും ഒന്ന് മനസ്സിലാക്കുക. ഇത് മനസ്സിലാക്കാൻ പറ്റാത്ത ആളുകളൊക്കെ ആണെങ്കിൽ എൻ്റെ പൊന്നുമോനെ ആ പയ്യനോടാണ് പറയാനുള്ളത്, വിട്ടുകളയുക.
അത്രേ പറയുള്ളൂ. നമ്മുടെ ഇഷ്ടം, നമ്മളൊരു കാര്യം നമ്മൾ ഇഷ്ടപ്പെട്ട് ചെയ്യുമ്പോൾ ആ ഇഷ്ടപ്പെട്ട് ചെയ്യുന്നതിനകത്തും നമുക്ക് അത്യാവശ്യം ഒരു ഇൻകം കിട്ടുന്നുണ്ടെങ്കിൽ അത് മനസ്സിലാക്കിയ ഒരാൾ വരികയാണെങ്കിൽ അതാണ് ഏറ്റവും നല്ലത്. അല്ലെങ്കിൽ ചിലപ്പോൾ ഈ ഒരു വിഷയത്തിൽ ചിലപ്പോൾ ആ പെൺകുട്ടിക്ക് കാര്യം മനസ്സിലാവും, പക്ഷെ ആ പെൺകുട്ടിയുടെ വീട്ടുകാർ ചിലപ്പോൾ സമ്മതിക്കാത്തതായിരിക്കും. ഒന്നുകിൽ പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിക്കുക. കൂടുതലും അത് തന്നെയാണ് ഞാൻ പറയുള്ളൂ നിങ്ങളുടെയൊക്കെ കേസിൽ. കാരണം നിങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കുക, നിങ്ങളുടെ ഇൻകം കാണിച്ചു കൊടുക്കുക, എനിക്ക് ഇത്രയൊക്കെ കിട്ടുന്നുണ്ട്, പിന്നെ എന്തിനാണ് അത് പറഞ്ഞ് വെറുതെ പിന്നെ ഇവർ പ്രൊമോഷൻ ചെയ്യുന്നുണ്ടെന്നൊക്കെ ഈ പയ്യൻ പറയുന്നുണ്ട്. ഒരുപാട് കാര്യങ്ങൾ ഈ പയ്യൻ പറയുന്നുണ്ട്. ഇനി ഞാൻ നിങ്ങളെ ബാക്കി കേൾപ്പിക്കാം, പക്ഷെ അതിന് മുമ്പ് ഇത്രയെങ്കിലും ഒന്ന് പറയണമെന്ന് തോന്നി. നിങ്ങൾക്ക് കുറേ ആളുകൾക്ക് ഒരു തെറ്റിദ്ധാരണയുണ്ട്, വീഡിയോ ഇട്ട് നടക്കുന്ന ആളുകൾക്ക് ഒന്നും കിട്ടത്തില്ല. ഫാമിലി വ്ളോഗേഴ്സിനൊക്കെ നല്ല പൈസ കിട്ടും. അത് ഒന്ന് മനസ്സിലാക്കി വെക്കുക. അല്ലാതെ അതിൻ്റെയൊക്കെ പേരും പറഞ്ഞ് ഇപ്പം ആ ഒരു പയ്യൻ ഈ അനിയൻ പയ്യൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഞാൻ കുറേ പോർഷൻസ് ഒന്നും വെച്ച് തരുന്നില്ല, ഇവരുടെ വീഡിയോയിൽ ഇവർ പറയുന്നുണ്ട്, അതായത് ആ ഉമ്മയൊക്കെ പറയുന്നുണ്ട് ആ പയ്യൻ ആകെ വീട്ടിൽ നിന്ന് അങ്ങനെ ഒന്നും മാറി നിന്നിട്ടില്ല. ആകെ ഒരാഴ്ച എവിടെയോ തമിഴ്നാട്ടിൽ ജോലിക്ക് പോയി, ഒരാഴ്ച കഴിഞ്ഞപ്പോൾ അവൻ അതേപോലെ വന്നു. അവൻ വന്നതിൻ്റെ കാര്യം അവൻ്റെ ഉമ്മ പിരിഞ്ഞു നിൽക്കാൻ പറ്റത്തില്ല. അങ്ങനെ ഉണ്ടായിരുന്ന ഒരു പയ്യനാണ് ഇപ്പോൾ പ്രേമിക്കുന്ന പെൺകുട്ടിയുടെ വീട്ടുകാർക്ക് ഇഷ്ടമല്ല എന്ന് പറഞ്ഞ് ജോലിക്ക് പോയിരിക്കുന്നത്. എറണാകുളത്ത് എവിടെ ഒരു വർക്ക്ഷോപ്പിലാണ് ആ പയ്യൻ. എന്തിനാടാ മോനെ, എന്തിനാ? ഒരാൾ ലൈഫിലോട്ട് വന്നു എന്ന് പറഞ്ഞ് നിന്റെ പെറ്റ അമ്മയെ നീ ഇട്ടിട്ട് പോകേണ്ട കാര്യമില്ല. പ്രത്യേകിച്ച് ജോലിക്ക് പോയിട്ട് അമ്മയെ കാണാതെ വയ്യ എന്നും പറഞ്ഞ് തിരിച്ചു വന്ന നീ ആരുടെ പ്രഷറിൻ്റെ പേരിലാണെങ്കിലും അതിൻ്റെ ആവശ്യമില്ല, പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിക്കുക. ഇനി അതല്ല അവൻ്റെ ഓപ്ഷൻസ് ഉണ്ട്. അവന് ചിലപ്പം അതാണ് ചെയ്യാൻ താല്പര്യമെങ്കിലും നമുക്കൊരു പരിധി കൂടുതൽ അവനെ കുറ്റം പറയാൻ പറ്റത്തില്ല. അവൻ്റെ ലൈഫാണ്, അവൻ ചെയ്യട്ടെ. ബാക്കി നമുക്കൊന്ന് കാണാം. കഴിഞ്ഞു വരും, ചിലപ്പോ നാളെ തന്നെ വരും. അതൊന്നും നമുക്ക് പറയാൻ പറ്റൂല. ഇപ്പൊ ഞാന് 12 വട്ടം ഓനെ വിളിച്ചു മിഞ്ഞാന്ന്. നിങ്ങൾക്ക് ഞങ്ങളത് കാണിച്ചു തന്നാണ്. ഓൻ അതിനൊന്നും മറുപടി തന്നിട്ടില്ല. നമ്മൾ എടുക്കുമ്പോ പണിയിലാണ്. എടുക്കാൻ പറ്റാത്ത പണി എന്താന്ന് വെച്ചാൽ അതൊന്നും ഞമ്മക്കറിയില്ല. എടാ മോനെ, ഈ ഉമ്മ തന്നെ പറയുന്നതാണ്, നിങ്ങൾക്ക് അവരുടെ ചാനലിൽ പോയി നോക്കിയാൽ ഞാൻ നേരത്തെ പറഞ്ഞ കാര്യം. ഒരാഴ്ച നിനക്ക് നിന്റെ ഉമ്മയെ കാണാതിരുന്നപ്പോൾ നീ തിരിച്ച് വീട്ടിൽ വന്ന് നിനക്ക് ഇത്രയും 1 മാസമായി നിന്റെ ഉമ്മ വിളിക്കുമ്പോൾ എത്ര വലിയ പണിയിലാണെങ്കിലും അറ്റ്ലീസ്റ്റ് ഉച്ചയ്ക്ക് ചോറിനുമ്പോൾ നിനക്ക് ഫോൺ എടുത്തൊന്ന് സംസാരിച്ചുകൂടെ? ഇത് 1 മാസമായിട്ട് അങ്ങനെ ഇങ്ങനൊന്നും വലിയ കോണ്ടാക്ട് ഇല്ല. രാത്രിയിൽ മാത്രം ജസ്റ്റ് ഒന്ന് വിളിക്കും, അത്രേ ഉള്ളൂ. എന്താണാ മോനെ നിനക്ക് പറ്റിയത്? അതാണ് ഞാൻ ചോദിക്കുന്നത്. ഇങ്ങനെയുള്ള മക്കൾ ഒന്ന് മനസ്സിലാക്കുക. കാമുകിയൊക്കെ വേണോടെ, വേണം, വേണ്ടാന്നൊന്നും ഞാൻ പറയത്തില്ല. നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ ജീവിക്കാം. നിങ്ങളുടെ ഇഷ്ടം. നിങ്ങൾക്ക് ചിലപ്പോൾ കുടുംബമായിട്ടുള്ളൊരു വ്ളോഗ് വേണ്ട, നിനക്ക് പോകണം ഒക്കോ നീ, പക്ഷെ ആ ഉമ്മയെ വിളിച്ചുകൂടാ. അതൊക്കെ ഒരു പെണ്ണ് വന്നിട്ട് അത് വേണ്ട, അല്ലെങ്കിൽ ആ പെണ്ണിൻ്റെ കുടുംബക്കാർ വന്നിട്ട് നിന്റെ കുടുംബം വേണം, മാറി നിന്നാലേ എൻ്റെ പെണ്ണിനെ എട്ടിച്ചു തരത്തുള്ളൂ എന്നൊക്കെ പറയുന്ന ആ പെണ്ണിനെ ആ കുടുംബക്കാരെ വേണ്ടെന്ന് വെച്ചേക്കണം, വിട്ടോളാൻ പറഞ്ഞേക്കണം. കാരണം അങ്ങനെയുള്ളവർ നാളെ നിനക്കെന്തെങ്കിലും ഒരു വയ്യാഴിക വന്നാൽ ചിലപ്പോൾ നിന്നെ ഇട്ടേച്ചും പോകും. ഇല്ലെങ്കിൽ ആ പെൺകുട്ടി തന്നെ ചിലപ്പോൾ ആ പെൺകുട്ടിയുടെ വീട്ടുകാർ പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ ഇട്ടിട്ട് പോകേണ്ട അവസ്ഥ വരും. ചിലപ്പോൾ അതിന് കുറ്റം പറയല്ല, അതിന് ചിലപ്പം ആ ഒരു അവസ്ഥ ചിലപ്പോൾ അതിന് വരും. അതുകൊണ്ട് തന്നെ സ്വന്തം വീട്ടുകാരെ വേറെ ആരെയും തട്ടിക്കളഞ്ഞോ, എൻ്റെ ചേട്ടനെയോ അല്ലെങ്കിൽ ആരെയാന്ന് വെച്ച് കഴിഞ്ഞാൽ നീ തട്ടിക്കളഞ്ഞോ, പക്ഷെ സ്വന്തം ഉമ്മയെ അത് അത്ര നല്ലൊരു പരിപാടിയല്ല. ബാക്കി പണിയിലാണ്. പിന്നെ രാത്രിയാണ് വിളിക്കണത്. അവനോട് പറഞ്ഞത് എന്തെങ്കിലും ഒരു പണി എടുക്ക്, എന്നിട്ട് ഞാൻ എനിക്ക് നിക്കാഹ് കഴിച്ച് തരാമെന്നാണ് പറഞ്ഞത്. എന്തെങ്കിലും ഒരു പണി എടുക്കാൻ വേണ്ടിയിട്ടാണ് അവന്. ഇപ്പോൾ ഏകദേശം 1 മാസമാവാനായി. ചിലപ്പോൾ നമ്മൾ വിളിക്കുന്നുണ്ട്, നമ്മളോട് എന്നാ വരിക എന്ന് നമ്മൾ അവനോട് ഡെയിലി ചോദിക്കുന്നുണ്ട്. വിളിക്കുമ്പോൾ നമ്മൾ ചോദിക്കുന്നുണ്ട് എന്നാ വരുന്നത്. എടാ എന്നെക്കൊണ്ട് ഒറ്റയ്ക്ക് കഴിയണില്ല. നമ്മൾ നല്ല രീതിക്ക് പോയതല്ലേ. യൂട്യൂബ് ഇട്ടെറിഞ്ഞ് പോയി കഴിഞ്ഞാൽ ആരാ നോക്കുക? ഒരു തേങ്ങയും മാങ്ങയും അറിയാത്ത ഇൻ്റെ അടുത്താണ് തിന്ന് പോയിക്കണത്. ഒരു തേങ്ങയും മാങ്ങയും അറിയത്തില്ല എന്നൊക്കെ ഈ പയ്യൻ പറയുന്നു. ഞാൻ അതല്ല ചോദിക്കുന്നത് മോനെ. നീ തന്നെയാണ് കുറച്ചു മുമ്പ് പറഞ്ഞത് അവൻ്റെ ഇഷ്ടത്തിന് പൊക്കോട്ടെ, അവൻ പോട്ടെ, അവൻ്റെ ലൈഫ്, അവനൊരു പെണ്ണ് എന്നൊക്കെ നീ തന്നെ പറഞ്ഞു. നീ തന്നെ 1 മിനിറ്റ് കഴിഞ്ഞപ്പോൾ പറയുന്നു ഞാൻ അവനെ വിളിക്കുന്നുണ്ട്, ഇങ്ങോട്ട് വരട്ടെ, ഇവിടെ വന്ന് എന്തിനാ ഇതെല്ലാം കൂടെ ഇട്ടെറിഞ്ഞ് പോകുന്നത്, എന്തിനാണ് അത് പറയുന്നത്? അല്ല, എനിക്ക് എവിടെയെങ്കിലും ഒരിടത്ത് നിൽക്ക്. നീ എന്തിനാ അത് പറയുന്നത്? നീ തന്നെയാണ് നീ പോയി ജോലിക്ക് കയറി എന്നിട്ട് കെട്ടിച്ചേരാന്നൊക്കെ പറഞ്ഞത്. പിന്നെ നീ തന്നെ അവനെ പിടിച്ച് വീട്ടിലോട്ട് വീണ്ടും വാന്നൊക്കെ പറയേണ്ട അതിൻ്റെ ആവശ്യമില്ല. ഒന്നെങ്കിൽ അവനെ പറഞ്ഞു വിട്ട സ്ഥിതിക്ക് അവൻ പോയി ജോലി എടുത്ത് അവൻ്റെ ആ ഒരു ഇഷ്ടത്തിന് പോട്ടെ. ഇല്ലെങ്കിൽ ആദ്യമേ തന്നെ നീ അവനെ കാര്യം പറഞ്ഞ് മനസ്സിലാക്കിയ പെണ്ണിൻ്റെ വീട്ടുകാരെ, ചേട്ടനല്ലേ, പെണ്ണിൻ്റെ വീട്ടുകാരെയൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി ഞാൻ നേരത്തെ പറഞ്ഞ നമുക്ക് ബാങ്ക് ഡീറ്റെയിൽസ് ഉൾപ്പെടെ കാണിച്ചു കൊടുക്കുക. ഇത്രയും പൈസയൊക്കെ ഞങ്ങൾക്ക് കിട്ടുന്നുണ്ടായിരിക്കുമല്ലോ. നീ തന്നെ ഈ പയ്യൻ തന്നെ പറയുന്നുണ്ട് ഇൻസ്റ്റഗ്രാമിൽ പ്രൊമോഷനുണ്ട്, പരിപാടികളുണ്ട്, എല്ലാം ഉണ്ടെന്ന്. അപ്പം അത്യാവശ്യം കിട്ടുമായിരിക്കുമല്ലോ. അതൊക്കെ കാണിച്ചു കൊടുത്താൽ കൺവിൻസ് ചെയ്യണം. ബാക്കിയും കൂടെ ഒന്ന് കാണാം. ഞാൻ എന്ത് പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം ഇപ്പം ഞാനായാൽ പോലും ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ ഒക്കെ ഇട്ടെറിഞ്ഞ് പോകൂല, അത് വേറൊരു കാര്യം.
ഇതിപ്പോ യൂട്യൂബ് അത് കുഴപ്പമില്ല. എന്നാലും നമ്മൾ ഓക്കെ, നമ്മൾ ഈ യൂട്യൂബ് എന്നുള്ള സംഭവം എനിക്കറിയില്ല. ഓൻ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ കരുതി ഇതിൻ്റെ കയ്യിൽ നിന്ന് പോകും, എന്നെ കൊണ്ട് നടക്കൂല. കാരണം എനിക്ക് യൂട്യൂബാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഒരാൾക്ക് ഇങ്ങനെ നോക്കി നടന്നാൽ മതി. ഇൻസ്റ്റാഗ്രാമും പാടാകുമ്പോണ്ടല്ലോ കഴിയൂല. കാരണം ഡെയിലി യൂട്യൂബിൽ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യണം, 3 ദിവസം കൂടുമ്പോൾ ഇൻസ്റ്റാഗ്രാമിൽ വേറെ വീഡിയോ അപ്ലോഡ് ചെയ്യണം. എങ്ങനെ നടക്കണത്? അതിൻ്റെ ഇടയിൽ പ്രമോഷന് വേറെ ചെയ്യണം. ഒക്കെപ്പാട് എങ്ങനെയാണ് നടക്കുന്നത്? അതുകൊണ്ടാണ് ഞാനും അനിയനും പാടെ തീരുമാനിച്ചിട്ടാണ് പറഞ്ഞത്, എടാ ഞാൻ ഇൻസ്റ്റാഗ്രാമിൻ്റെ കാര്യം ഞാൻ നോക്കിക്കൊണ്ട് യൂട്യൂബിൻ്റെ കാര്യം ഫുള്ള് ഈ നോക്കിക്കോ, യൂട്യൂബുകളെ കണ്ടന്റ് വീഡിയോ. എടാ കൂട്ടുകാരാ, ഒരു കാര്യം നീ ഇപ്പം ഈ പറഞ്ഞതിനോട് ഞാൻ യോജിക്കുന്നില്ല. പിന്നെ നേരത്തെ നീ പറഞ്ഞ കണക്ക് അവനെ പറഞ്ഞു വിട്ടിട്ട് വീണ്ടും ഇങ്ങോട്ടേക്ക് വിളിക്കുന്നത്, അതൊക്കെ എനിക്ക് അറിയത്തില്ല നീ എന്താ അങ്ങനെയൊക്കെ പറയുന്നതെന്ന്. ഇപ്പം നീ പറഞ്ഞ കാര്യത്തിൽ ഞാൻ ഒരു മറുപടി തരാം. ഒരു ചാനൽ, ആ ചാനലിൻ്റെ ഇൻസ്റ്റാഗ്രാം, ഇത് രണ്ടും ഒക്കെ ഒരാളെ കൊണ്ടൊക്കെ നോക്കാടേ. പ്രത്യേകിച്ച് നീ തന്നെ പറയുന്നുണ്ട് 3 ദിവസം കൂടുമ്പോഴാണ് ഇൻസ്റ്റാഗ്രാമിൽ ഒരു വീഡിയോ ഇടുന്നതെന്ന്. എടാ ഇതൊക്കെ നോക്കാൻ 10 പേരുടെ ഒന്നും ആവശ്യമില്ല. ഇവിടെ ഒരുപാട് ആളുകൾ വീഡിയോ ചെയ്യുന്നുണ്ട് ഇൻസ്റ്റാഗ്രാമിലും അതുപോലെ തന്നെ യൂട്യൂബിലും, അതിൻ്റെ ഇടയ്ക്ക് പ്രൊമോഷനും ഫേസ്ബുക്കിലും ഒക്കെ ആയിട്ട് ചെയ്യുന്ന ഒരുപാട് പേരുണ്ട്. ഒറ്റയ്ക്കൊക്കെ നിന്ന് ചെയ്യുന്ന ആളുകളുണ്ട്. കുടുംബപരമായിട്ട് വീഡിയോ ഒക്കെ ചെയ്യുന്നെങ്കിലും ഒരാൾ തന്നെ ആയിരിക്കും എഡിറ്റ് ചെയ്യുന്നതും ഇൻസ്റ്റാഗ്രാമിൽ ഇടുന്നതും മറ്റേനകത്ത് ഫേസ്ബുക്കിലൊക്കെ ഇടുന്നതും ഒക്കെ, അങ്ങനെയൊക്കെ അതിൻ്റെ ഇടയ്ക്ക് പ്രൊമോഷൻ ചെയ്യുന്നതൊക്കെ ആയിട്ട് കംപ്ലീറ്റ് ആയിട്ട് ഇതിനകത്തോട്ട് ഇറങ്ങിയതല്ലേ. അപ്പം ഇതിനു വേണ്ടി ഇരുന്ന് കഴിഞ്ഞാൽ ഒരാളൊക്കെ മതിയടേ, 10 പേരൊന്നും വേണ്ട, ഒരാളൊക്കെ മതി. പിന്നെ കണ്ടന്റ്, അത് ചിലപ്പം നീ പറഞ്ഞ കണക്ക് നിനക്ക് ചിലപ്പോൾ അതുമായിട്ട് വലിയ ഐഡിയ കാണത്തില്ല. അങ്ങനെ പറ, ഐഡിയ ഇല്ലാത്തതുകൊണ്ട് തന്നെ കണ്ടന്റ് കിട്ടാനൊക്കെ പാടായിരിക്കും. ആ പയ്യനായിരിക്കും ചിലപ്പോൾ കൂടുതൽ കണ്ടന്റ് ഉണ്ടായിക്കൊണ്ടിരുന്നത്. ഈ കണ്ടന്റിനെ പറ്റി തന്നെ ഇവരിപ്പോൾ ഒരു കാര്യം പറയുന്നുണ്ട്, ഇതും കൂടെ നിങ്ങളൊന്ന് കേക്ക്. ഇടങ്ങേറായിട്ടാ ഞങ്ങൾ ചക്ക കൊണ്ടുവരാൻ പോണതും ചക്ക കൂട്ടാൻ വെച്ചതും ഒന്നും ഇടാല്ലാത്തോണ്ടാണ് നമ്മൾ ഈ ചക്ക ഉണ്ടാക്കിയത്, ചക്ക ബിരിയാണി വെച്ചത്. എന്നും ചക്കയുള്ളോ, എന്നും കൂട്ടാനുള്ളോ. അപ്പൊ ഞങ്ങൾക്ക് അതിലേക്കേറെ സങ്കടം. ഒന്നാമത് ഇപ്പം പോയിന്റ് വേറെ ഇടങ്ങേറ്, അതിന്റെ അടിയിൽ നിങ്ങളെ കമന്റിന്റെ ഇടങ്ങേറ്, അതിന്റെ ഇടയിൽ വേറെ ഇടങ്ങേറ്. നമ്മളെ പേരന്റെ ഇതങ്ങനെ പോസ്റ്റിന്റെ എല്ലാം കൂടി ഞങ്ങൾക്ക് ഇങ്ങോട്ട് കഴിഞ്ഞ് ടെൻഷന്റെ വരാവൊന്നുമില്ല. അതിന്റെ അടിയിലാണ് നിങ്ങളെ ഈ ചോദ്യം കൂടിയും വരുമ്പോ ഞങ്ങൾ പറ്റ ഡൗൺ ആയി. ഒരു പാവമ്മ, എനിക്ക് അങ്ങനെയാണ് അവരുടെ സംസാരം കേട്ടപ്പോൾ തോന്നിയത്. കുറ്റം പറയാനൊന്നുമില്ല, വളരെ നിഷ്കളങ്കത്വം ഉള്ളൊരു ഉമ്മ. അതുകൊണ്ടാണ് അവരങ്ങനെ പറയുന്നതായിട്ട് എനിക്ക് തോന്നിയത്. നിങ്ങൾ ഇങ്ങനെ ചോദിക്കുമ്പോൾ എനിക്ക് വല്ലാതെ ഞാൻ പറ്റ താഴത്തേക്ക് പോകുന്നു എന്ന് അവർ പറയുന്നത്. പക്ഷേ ആ ഉമ്മയൊക്കെ മനസ്സിലാക്കേണ്ട കാര്യം, ഉമ്മ ഇത് സോഷ്യൽ മീഡിയ ആണ്, നിങ്ങൾ ഒരുപാട് ആളുകൾ കാണുന്നുണ്ട്, അവർ വീഡിയോ കാണുന്നതുകൊണ്ടാണ് നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ വീട്ടിലേക്ക് കിട്ടുകയും ചെയ്യുന്നത് അല്ലേ. അപ്പോൾ ആളുകൾ ഇത് ചോദിക്കും, ഇങ്ങനെയാണ്. ഒന്നുകിൽ നിങ്ങൾ ഇങ്ങനെ ഒരു ഫാമിലി വ്ളോഗിങ് മക്കൾ ഇങ്ങനെ തുടങ്ങിയപ്പോൾ നിങ്ങൾ അതിനകത്തോട്ടൊരു പരിധിയിൽ കൂടുതൽ താല്പര്യമില്ല എന്ന് പറഞ്ഞ് വരാതെ മാറി നിൽക്കണമായിരുന്നു. ഇത് മാറി നിൽക്കുമ്പോഴത്തേക്ക് നിങ്ങളും അതിനകത്തൊക്കെ വന്നു കഴിയുമ്പോഴത്തേക്ക് ചിലപ്പോൾ നാട്ടുകാർ തന്നെ നിങ്ങളോട് ഇങ്ങനെ ചോദ്യങ്ങൾ ചോദിക്കും, കമൻറ്റ് ബോക്സ് നിങ്ങൾ കാണും. അപ്പോൾ നിങ്ങൾക്ക് സങ്കടം തോന്നും. ഇതാണ് ഞാൻ തുടക്കത്തിലേ പറഞ്ഞത്, ഈ ഫാമിലി വ്ളോഗേഴ്സ് നിങ്ങളുടെ കുടുംബത്തിലുള്ള ആളുകളെ എല്ലാവരെയും കൊണ്ടുവരുമ്പോഴത്തേക്ക് നാളെ അവർക്കും ഇങ്ങനെയുള്ള നിങ്ങളുടെ എന്തെങ്കിലും ഒരു കുടുംബത്തിലൊരു പ്രശ്നം വരുമ്പം കുടുംബത്തിലെ പ്രശ്നം കൊണ്ട് തന്നെ നമുക്ക് എല്ലാവർക്കും ഒരു ചെറിയ സമാധാനക്കേട് വരും. അതിൻ്റെ ഇടയ്ക്ക് ഇങ്ങനെയുള്ള കമൻറ്റുകളും നാട്ടുകാരുടെ ചോദ്യവും ഇങ്ങനെയുള്ള പ്രായമായ ആളുകൾക്ക് ചിലപ്പോൾ അത് താങ്ങാൻ പറ്റണമെന്നില്ല. ഓക്കെ, പിന്നെ ഇത് ചോദിക്കരുത് എന്ന് എനിക്കിപ്പം ഈ വീഡിയോ കാണുന്ന നാട്ടുകാരോട് പോലും പറയാൻ പറ്റത്തില്ല. എൻ്റെ സബ്സ്ക്രൈബേഴ്സിനോടോ അല്ലെങ്കിൽ ഈ വീഡിയോ കാണുന്ന ആരാണെങ്കിലും അവരോട് പറയാൻ പറ്റത്തില്ല. കാരണം ചോദിക്കും, അവർ നിങ്ങളെ കാണുന്നവരാണ്, അവരുടെ വ്യൂ, അതുകൊണ്ടാണ് നിങ്ങൾക്ക് പൈസ കിട്ടുന്നത്. അതുകൊണ്ട് തന്നെ അവർക്ക് അതിനുള്ള അവകാശമുണ്ട്, അവർ ചോദിക്കും. ഓക്കെ, ഇത് ഫാമിലി വ്ളോഗേഴ്സ് ആണ് തിങ്ക് ചെയ്യേണ്ടത്. കുടുംബക്കാരെ എല്ലാവരെയും കൂടെ ഇറക്കുമ്പോഴത്തേക്ക് നാളെ ഇതുപോലുള്ള പ്രശ്നങ്ങൾ വരുമെന്ന്. പിന്നെ ഈ ഒരു വീട്ടിലെ ആ ഒരു ഇളയ പയ്യനോട്, എടാ മോനെ, ഞാൻ ഓൾറെഡി പറഞ്ഞു, ആ ഉമ്മയൊക്കെ വന്ന് കാണടാ വല്ലപ്പോഴും, ഇല്ലെങ്കിൽ വിളിക്കുകയൊക്കെ ചെയ്യും. പിന്നെ ആ ഒരു പയ്യൻ്റെ മറ്റേ കല്യാണം കഴിക്കാനിരിക്കുന്ന ആ ഒരു പെൺകുട്ടിയുടെ കുടുംബക്കാരോടാണ്, നിങ്ങൾ ചിന്തിക്കുന്നത് എല്ലാം ശരിയാവണമെന്നില്ല. അവനൊരു വർക്ക്ഷോപ്പിൽ പോയാൽ ഉണ്ടാക്കുന്നതിനെക്കാട്ടിലും കൂടുതൽ ചിലപ്പോൾ അവൻ ഈ ഒരു യൂട്യൂബിൽ വീഡിയോ ഇട്ട് നടന്നാൽ കിട്ടുമായിരിക്കും. അതൊക്കെ ഒന്ന് തിരക്കി മനസ്സിലാക്കിയിട്ട് അവന് ഇഷ്ടമുള്ള കാര്യം ചെയ്യാൻ അവനെ വിട്. എന്നിട്ട് നിങ്ങളുടെ പെണ്ണിനെ കെട്ടിച്ചു കൊടുക്ക്. അല്ലാതെ അവനെ വലിച്ച് വീട്ടുകാരിൽ നിന്ന് പറിച്ചു മാറ്റി വെച്ചിട്ട് എന്തിനാ അതൊക്കെ? ഞാൻ എൻ്റെ അഭിപ്രായമാണ് ഈ പറഞ്ഞത്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ, വീഡിയോ കണ്ട നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഒന്ന് താഴെ കമൻറ്റ് ബോക്സിൽ പറയുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ഒരുപാട് ആളുകൾ കാണും. പറ്റുമെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ഒക്കെ ചെയ്യുക. അടുത്ത വീഡിയോയ്ക്കായി സ്റ്റേ ട്യൂൺഡ് ആൻഡ് സ്റ്റേ വിയർഡ്.